കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാളെ ക്രിസ്മസ് ആണല്ലോ. മാവേലിക്കര മാർത്തോമ യുവൻ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ 25 നോമ്പ് ധ്യാനത്തിൽ എനിക്കും പങ്കാളിയാവാൻ സാധിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ക്രിസ്മസ് കാല അളവിൽ കൂടെയാണല്ലോ നാം ഒക്കെ ഈ നാളുകളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലായിടങ്ങളും ഒരുക്കത്തിന്റെ തിരക്കുകളിലാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന അനുഭവമാണ്. ആഘോഷങ്ങൾക്ക് പുറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമുക്ക് ഇന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്മസ് വരുമ്പോൾ നമ്മുടെ ഭവനങ്ങളൊക്കെ ഒരുക്കപ്പെടാറുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീകളൊക്കെ നാം ഒരുക്കുന്നു, സ്റ്റാറുകൾ ഒരുക്കുന്നു, ഉൾക്കൂടുകൾ ഒരുക്കപ്പെടുന്നു. എല്ലാം നാം ഒരുക്കുമ്പോഴും ഹൃദയമാകുന്ന ഉൾക്കൂട് ക്രിസ്തുവിന് ജനിക്കുവാനായിട്ട് നാം ഒരുക്കിയിട്ടുണ്ടോ എന്ന് ആദ്യമേ തന്നെ നാം സ്വയം ശോധന ചെയ്യണം. എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള ഒരേ ഒരു ചിന്തയെന്ന് പറയുന്നത്, ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് കൂട്ടു നൽകിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് കൂട്ടു നൽകിയതിന്റെ ഒരു അനുസ്മരണമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്തു ആർക്കൊക്കെയാണ് കൂട്ടു നൽകിയത്? വേദോത്സവം നാം നോക്കുമ്പോൾ ഒരുപാട് വ്യക്തിത്വങ്ങൾക്ക് ക്രിസ്തു കൂട്ടു നൽകിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ബോധഗ്രസ്തന്, ഗദ്രദേശത്തെ ബോധഗ്രസ്തന് കർത്താവ് കൂട്ടു നൽകി. 2 കാശിട്ട് വിധവയ്ക്ക് കർത്താവ് കൂട്ടു നൽകി. ആട്ടിടയന്മാർക്ക് കർത്താവ് കൂട്ടു നൽകി. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, നാം ആർക്കൊക്കെയാണ് കൂട്ടു നൽകിയിട്ടുള്ളത്? നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഈ ക്രിസ്മസിന് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂട്ടു നൽകുന്നതാണ്. ആർക്കൊക്കെയാണ് നാം കൂട്ടു നൽകേണ്ടത്? സമൂഹത്തിൽ ഒരുപാട് പേര് പിന്തള്ളപ്പെട്ടവർ, ഒരുപാട് പേർ അവഗണിക്കപ്പെട്ടവർ, ഒരുപാട് പേർ ഏകാന്തയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്, നമ്മുടെ ഭവനങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവരൊക്കെയാണ്. നമ്മൾ ഇടവകയിലായിക്കോട്ടെ, നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ, അങ്ങനെ ദേശത്ത് എത്രയോ പേർ ഒറ്റപ്പെട്ട് താമസിക്കുന്നുണ്ട്. അവരോടൊക്കെ കുറച്ചു നേരം വരുന്നു അവർക്ക് കൂട്ടു നൽകുമ്പോഴാണ് അവിടെ ക്രിസ്തു പിറവിയെടുക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തു എവിടെയാണ് പിറവിയെടുക്കുന്നത് ചോദിച്ചാൽ നാം മറ്റുള്ളവർക്കൊരു കൂട്ടു നൽകുമ്പോഴാണ്. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം, നമ്മുടെ അയൽവക്കത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം, അവർക്കൊരു കൂട്ടു നൽകണം. അങ്ങനെ കൂട്ടു നൽകുമ്പോൾ അയൽക്കാരും നമ്മളും ഒരുമിച്ചാവുമ്പോൾ അവിടെ ക്രിസ്തു എന്ന രക്ഷിതാവ് പിറവിയെടുക്കുകയാണ്. ക്രിസ്തു പിറവിയെടുക്കണം. അങ്ങനെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഈ നാളുകളിലൊക്കെ ഇടയായി തീരണം. ഞാൻ എൻ്റെ വാക്കുകളേക്ക് ഉപസംഹരിക്കട്ടെ. ഒരേ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പങ്കുവെക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് കൂട്ടു നൽകുന്ന ഒരു വ്യക്തിത്വങ്ങളായി, ജീവിതങ്ങളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ കാണും, സമൂഹത്തിൽ തള്ളപ്പെട്ടവർ കാണും. അവരെയൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് അവർക്ക് ഒരു കൂട്ടു നൽകുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ ക്രിസ്മസ് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന, കൂട്ടു നൽകുന്ന അനുഭവമായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഏവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ക്രിസ്മസും പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.